പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാനേജ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന വിഷയത്തിലെ ലോങ് ടേം കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആമുഖമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിരുന്നു അവസാനമായിട്ട് നമ്മൾ സംസാരിച്ച ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ കാർഡായിട്ട് ഞാൻ സെറ്റ് ചെയ്യാം. ആ കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ വീഡിയോന് ഏറ്റവും മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൂടി കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുവാൻ വേണ്ടി പാടുള്ളതുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ, ഈ ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ 2 ടയർ സ്ട്രക്ചറായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതുപോലെ തന്നെ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയായ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾക്ക് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകാം. മെമ്പർഷിപ്പ് ആൻഡ് ഷെയർ ക്യാപിറ്റലാണ് ആദ്യമായിട്ട് പറയുന്നത്. മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ് എലിജിബിൾ എന്ന് നമ്മൾ സാധാരണ അപ്പെക്സ് സൊസൈറ്റി ആയിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് മെമ്പർഷിപ്പ് അവൈലബിൾ ആവുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1956 നവംബർ 1 അത് ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 1956 നവംബർ 1 ഇത്തരത്തിലുള്ള കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഈ രീതിയിലുള്ള പേരൊന്നും ഉണ്ടായിരുന്നത് 1984 പുതിയ ആക്ട് പ്രകാരം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കായിട്ട് മാറുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്, KSEB, സൗത്ത് വയനാട് ഗിരിജൻ ജോയിൻറ്റ് ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഈ പറയുന്ന സൊസൈറ്റികൾക്കൊക്കെ ഇതിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കീഴിൽ വരുന്ന PRDB, അതായത് പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓൾസോ ബിക്കം എ മെമ്പർ. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ തന്നെ KSEBക്ക് ഇതിൽ മെമ്പർ ആവാം. അതുപോലെ തന്നെ സൗത്ത് വയനാടൻ ഗിരിജൻ ജോയിൻറ്റ് ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഈ ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 crore 50 കോടിയാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ വഴിയാണ്. ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ഈ പറയുന്ന കാര്യങ്ങളിലാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 50 കോടിയാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ചെയ്യുന്നത് 5 lakh ഓഫ് റുപ്പീസ് 1000 ഈച്ചാണ്. ഒരു ഷെയറിൻ്റെ 1000 രൂപ വെച്ചിട്ട് 5 lakh ഷെയർ വെച്ചിട്ടാണ് ഈ ഒരു അതിൻ്റെ ഡിവിഷൻ വരുന്നത്. അതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 50 crore ആവുന്നത്. ഇനി ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ തന്നെയാണ്. ഓൾസോ റിസർവ് ഫണ്ട്, ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ലോൺസ് ഫ്രം നബാർഡ്, SBI, KSEB, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഫണ്ടും അതുപോലെ തന്നെ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ബോണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ ആ ഫണ്ട്, അതുപോലെ തന്നെ ഇവരുടെ ഷെയർ ക്യാപിറ്റലും റിസർവ് ഫണ്ടും, ഇതൊക്കെയാണ് ഈ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റ് ആൻഡ് ഫംഗ്ഷൻ. എന്താണ് ഒബ്ജക്റ്റ് ആൻഡ് ഫംഗ്ഷൻ എന്ന് നമുക്കറിയാം. ടു ഫിനാൻസ് ദ PRDB
PARDB, സൗത്ത് വയനാട് ആൻഡ് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ കീഴിലുള്ള പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും അതുപോലെ തന്നെ സൗത്ത് വയനാട് ആൻഡ് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ആവശ്യമായ ലോങ് ടേം ഫിനാൻസ് കൊടുക്കുക എന്നുള്ളതിൻ്റെ പ്രൈമറി ഫംഗ്ഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ to provide refinance for the energization of pump set to the KSEB. KSEBയുടെ കീഴിലുള്ള energization of pump setന് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റീഫിനാൻസിന് വേണ്ടിയിട്ടും ഫണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ KSEB also become a member of this society or this bank. Then float debentures on the security of its asset. അതുപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് മറ്റൊരു എന്താ പറയുക ഫംഗ്ഷനാണ്. സെക്യൂരിറ്റി ഓഫ് ഇറ്റ്സ് അസറ്റ്, ഈ ബാങ്കിൻ്റെ അസറ്റിൻ്റെ മുകളിൽ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സൊസൈറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു എസ്റ്റാബ്ലിഷ് ബ്രാഞ്ച് ഓഫീസേഴ്സ് ഓർ സബ് ഓഫീസേഴ്സ് ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് ബിസിനസ്. അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ സബ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുവഴി ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനുമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ബോറോ ഫണ്ട് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ ബോറോ ഫണ്ട് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് മീൻസ് SBI, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ നബാർഡ്, ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ റിസീവ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സിൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ നോൺ മെമ്പേഴ്സിൻ്റെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ടു ഇൻസ്പെക്ട് ദ PRDB ആൻഡ് ഗിവ് ഗൈഡ് ലൈൻസ്. ഞാൻ പറഞ്ഞു പ്രൈമറി അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കീഴിലുള്ള ഈ ഒരു ബാങ്കിൻ്റെ, ഈ ഒരു പ്രൈമറി ലെവൽ ബാങ്കിന് എല്ലാ ആക്ടിവിറ്റിയും ഇൻസ്പെക്റ്റ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, ഈ പറയുന്ന അവരെ മോണിറ്റർ ചെയ്യുക, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫംഗ്ഷനായിട്ട് തന്നെ നമ്മൾക്കത് പറയുവാൻ വേണ്ടി പറ്റുകയും ചെയ്യും. 10 to appoint സ്യൂട്ടബിൾ സ്റ്റാഫ്, ബാങ്കിലേക്ക് ആവശ്യമായ സ്യൂട്ടബിൾ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പറയാം. ദെൻ മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അതിൻ്റെ ഫണ്ട് പറഞ്ഞു, നമ്മൾ അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു, പിന്നെ അതൊരു അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. ഇനി എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ദ സുപ്രീം അതോറിറ്റി ഓഫ് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഗിവൺ ടു അല്ലെ പവർ ഗോയിങ് ടു ദ ജനറൽ ബോഡിയാണ് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ദ മാനേജ്മെന്റ് ഓഫ് ദ ബാങ്ക് ക്യാരിഡ് ഓൺ ബൈ ദ ജനറൽ ബോഡി ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ജനറൽ ബോഡിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജനറൽ ബോഡി കൺസിസ്റ്റ് ഓഫ് 1 delegate ഫ്രം ഈച്ച് ഓഫ് ദ അഫിലിയേറ്റഡ് PRDBs. Board of Directors consist of 1 delegate from each PRDB, government nominee and ex officio directors of the board. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത് ഒരു ഡെലിഗേറ്റ്, ഒരു പ്രതിനിധി എവിടെ നിന്ന് വേണം? എല്ലാ പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നും ഒരു പ്രതിനിധി വേണം. അതുപോലെ തന്നെ ഗവൺമെൻറ് നോമിനി വേണം. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സും, ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സും ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സാണ്. ദെൻ മാനേജിംഗ് കമ്മിറ്റി ഇൻക്ലൂഡ് 24 മെമ്പേഴ്സ്. ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ 24 പേരാണ് മാനേജിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. ആ 24 പേരിൽ ഓരോ ഡെലിഗേറ്റും ഓരോ PRDBയിൽ നിന്ന് നിർബന്ധമാണ്. അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നും ഓരോ പ്രതിനിധി നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ ഗവൺമെൻറ് നോമിനി വേണം. എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ് ഓഫ് ദ ബോർഡ് ആവശ്യമാണ്. അവരൊക്കെ കൂടി 24 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ ബോർഡ് സെലക്ട് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അതിൽ നിന്നാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യുന്നത്. ദെൻ എന്താണ് ഈ ഒരു സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾക്കറിയാം
ഈ എല്ലാ സൊസൈറ്റികളും ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം തന്നെയാണ് ഈ ഒരു സൊസൈറ്റിയും ഫേസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു അപ്പെക്സ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഈ ഒരു സൊസൈറ്റിക്കുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ലോങ് ടേം ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അഗ്രികൾച്ചർ ലോങ് ടേം ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും അപ്പെക്സ് ആയി ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുമുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഒന്നാമത്തെ, ഓർഡിനേറ്റ് ഡിലേ ഇൻ ഗെറ്റിംഗ് ലോൺസ്. ഇവിടെയും ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഇവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ലോങ് ടേം ലോണൊക്കെ കിട്ടാൻ ഭയങ്കര തരത്തിലുള്ള ഡിലേ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ബാങ്കിനെ കുറിച്ച് പറയുന്നത് അതായത് ഓർഡിനറിലി ഇറ്റ് ടേക്സ് 2 to 3 months, അതായത് 2-3 മാസം തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള ലോങ് ടേം ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് പണം ലോൺ ഈ പറഞ്ഞ ഫാർമേഴ്സിന് ലഭിക്കുന്നില്ല. അഥവാ 2-3 മാസം കഴിഞ്ഞാൽ മാത്രമേ, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 2-3 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഓക്കെ, then next one, rising overdue. ഏതൊരു ബാങ്കിൻ്റെ overdue in the many agricultural development banks are very high. അതായത് ഈ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ overdue എന്ന് പറയുന്നത് വളരെ വലുതാണ്, വെരി ഹൈ ആണ്. The overdue at the level of primary agricultural development bank in Kerala calculated at 26% ആണ്. 26% ആണ് ഈ പ്രൈമറി ലെവലിലുള്ള പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഓവർഡ്യൂ എന്ന് പറയുന്നത് 26%. അതായത് ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ടോട്ടൽ ലോണിൻ്റെ 25% ഈ സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്ന ലോണിൻ്റെ 26% തിരിച്ചു കിട്ടാത്ത ലോണുകളായിട്ടാണ് മാറുന്നത്, ഓവർഡ്യൂ ആയിട്ടാണ് മാറുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന ദ പൊസിഷൻ ഓഫ് ദ ഓൾ ഇന്ത്യ ലെവൽ ഇറ്റ് സ്റ്റിൽ വേഴ്സ് ഫോർ ഇറ്റ് കംസ് ടു 45%. ഓൾ ഇന്ത്യ ലെവൽ 45% ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈസിങ് ഓവർഡ്യൂ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് റിഡക്ഷൻ ഇൻ ദ ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺ. ഈ ആനുവലായിട്ട് കൊടുക്കുന്ന ലോണിൻ്റെ അതായത് ഡിസ്ബേഴ്സ്മെൻറ്റിൽ റിഡക്ഷനാണ്. ഓരോ വർഷം കഴിയുന്നതിനൊക്കെ അത് റിഡ്യൂസ് ചെയ്ത് വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പറയുന്നത്. ദ ട്രെൻഡ് ഓഫ് റിഡക്ഷൻ ഇൻ ദ ടോട്ടൽ ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ ബൈ ദ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ബാങ്ക് പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്നതിനുള്ള കുറവാണ്, റിഡക്ഷനാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് ഡ്യൂ ടു ദ സ്റ്റിഫ് കോമ്പറ്റീഷൻ ദേ ആർ ഫേസിങ് ഫ്രം ദ കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ദിസ് ഫീൽഡ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സൊസൈറ്റി ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള കൊമേഴ്സ്യൽ ബാങ്കുമായിട്ട് കടുത്ത തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈ റിഡക്ഷൻ ഇൻ ദ ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ലോണിലേക്ക് അത് അവർക്ക് വഴിതെളിച്ച് വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട അപ്പെക്സ് സൊസൈറ്റിയാണ്, ലോങ് ടേം ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്പെക്സ് സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഈ ബാങ്ക് 1956 രൂപീകൃതമായതെങ്കിലും 1984 ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് മാറിയത്. അവരുടെ മെമ്പർഷിപ്പും ഷെയർ ക്യാപിറ്റലും പറഞ്ഞു. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്, KSCB, സൗത്ത് വയനാടൻ ജോയിൻറ്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഇവരുടെ മെമ്പറാണ്. ഷെയർ ക്യാപിറ്റൽ 50 crore ആണ്. അത് 5 ലക്ഷം 50 crore ഒരു ഷെയറിന് 1000 രൂപ വെച്ചിട്ട് ആണ് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് 5 ലക്ഷം ഷെയർസ് 1000 രൂപ വെച്ചിട്ടാണ് 50 crore ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഫണ്ട് എന്ന് പറഞ്ഞാൽ മേജർ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ലോൺ ഫ്രം നബാർഡ്, SBI, KSCB, സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സെട്ര ഇവരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ് പറഞ്ഞത്. അതിൽ ഒരുപാട് തരത്തിലുള്ള ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു. ലോങ് ടേം ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട്, ഡിബഞ്ചർ ഇഷ്യൂ ആയി ബന്ധപ്പെടുത്തിയിട്ട്, ബ്രാഞ്ച് ഓഫീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട്,
ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ മാനേജ്മെൻ്റ് ആണ് പറഞ്ഞത്. മാനേജ്മെൻറ്റിൽ 24 പേരടങ്ങുന്ന മാനേജിങ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എവിടെ നിന്നൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഇതിലെ പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ പ്രോബ്ലം ഡിലേ ഇൻ ഗെറ്റിംഗ് ലോൺ ആണ്. അതുപോലെ തന്നെ റൈസിങ് ഓവർ ഡ്യൂ, അത് റിഡക്ഷൻ ഇൻ ദ ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺ. ഇതുമാണ് ഈ ഒരു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുവാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട 2-3 ടോപ്പിക്കുകളാണ് അവസാന ഭാഗങ്ങളിൽ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് ഇൻക്രിമെൻ്റൽ ഇൻകം എന്നുള്ളതാണ്. എന്താണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്നുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ. ദ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഡ്വാൻസ് ലോങ് ടേം ലോൺസ് ടു ദ ഫാർമേഴ്സ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എ ലാൻഡ്. നമ്മൾക്കറിയാം നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലോങ് ടേം ലോൺ കൊടുക്കുന്നത് ഈ ഫാർമേഴ്സിൻ്റെ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലാൻഡിൻ്റെ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ബേസിൽ ഇത്തരത്തിലുള്ള ലോങ് ടേം ലോണ് അഗ്രികൾച്ചറൽ ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് കൊടുക്കുന്നത്, റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കൊടുക്കുന്നത്. ദെൻ സാധാരണ രീതിയിൽ ദിസ് ലോൺസ് ആർ ബീങ് റീപെയ്ഡ് ദ ബാങ്ക് നോർമലി വിത്തിൻ ദ പീരീഡ് ഓഫ് 15 to 20 ഇയേഴ്സ്. സാധാരണ ഈ ലോൺ അവർ തിരിച്ചടക്കുന്നത് എന്ന് പറയുന്നത് ഒരു 15-20 വർഷങ്ങൾ എടുത്താണ് ഇത്തരത്തിലുള്ള ലോൺ അവർ തിരിച്ചെടുക്കുന്നത്. ഈ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലാൻഡ് എന്നുള്ള ആവശ്യത്തിന് ഇത്തരത്തിലുള്ള ബാങ്കുകൾ കൊടുക്കുന്ന ലോൺ അവർ തിരിച്ചടക്കുന്നത് 15-20 വർഷങ്ങൾക്ക് ശേഷമാണ്. The idea is that the members should be able to repay the loan by installment from their incremental income. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻകം എന്നുള്ള കൺസെപ്റ്റ് വരാൻ കാരണം, അപ്പോൾ ഇങ്ങനെ ഈ 15-20 വർഷം കഴിഞ്ഞിട്ട് അവർ തിരിച്ചടക്കേണ്ട ഈ ലോണ് ഒരു എന്താ പറയണ്ടേ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ വേണമെങ്കിൽ ഓരോ വർഷം കഴിയുന്നാറും ഒരു എമൗണ്ട് ആർക്ക് അടക്കാൻ വേണ്ടി പറ്റും, ഈ ഫാർമേഴ്സിന് അടക്കാൻ വേണ്ടി പറ്റും. അത് അവരുടെ ഏത് ബേസിലാണ്, ഫ്രം ദെയർ ഇൻക്രിമെൻ്റൽ ഇൻകം. അവിടെ ഇൻക്രിമെൻ്റൽ ഇൻകത്തിൻ്റെ ബേസിൽ അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ഈ പറയുന്ന ലോങ് ടേം ലോണ് 15-20 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ടത് അവർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അടച്ചടച്ച് തീർക്കാം. ആ ഒരു കൺസെപ്റ്റാണ് ഇൻക്രിമെൻ്റൽ ഇൻകത്തിൻ്റെ ബേസിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് നമുക്ക് നോക്കാം. Incremental income refers to the difference of income the farmers derive from agricultural after development of land and before development of land. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ലോൺ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫാർമർ അദ്ദേഹത്തിൻ്റെ ലാൻഡിൽ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് വരുത്തി തീർക്കുന്നു. അതായത് എന്തോ ഒരു പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടാണല്ലോ അവർ ലോൺ എടുക്കുന്നത്. ആ ലോൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലാൻഡിൽ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയതിന് ശേഷം ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അത് വരുത്തുന്നതിന് മുമ്പ്, അതായത് ഈ ലോൺ എടുക്കാതെ അങ്ങനെ ഒരു ഇംപ്രൂവ്മെൻറ്റ് അവരുടെ ലാൻഡിൽ വരുത്താതെ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇൻകവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഒരാൾ ഒരു 1 ലക്ഷം രൂപ അവരുടെ ലാൻഡിൻ്റെ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി എടുക്കുന്നു എന്ന് വിചാരിക്കാം. അത് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ എമൗണ്ട് എടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുമ്പ് ആ ലാൻഡിൽ എത്രയാണ് ഇൻകം കിട്ടുന്നത്, അതൊരു എമൗണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 20,000 ആണ് അവിടെ നിന്ന് ഈ പറഞ്ഞ ഇൻകമായിട്ട് കിട്ടുന്നത്. അതായത് ഈ ലോൺ എടുക്കുന്നതിന് മുമ്പ്, ആ ലോൺ എടുത്തിട്ട് ആ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ആ ലാൻഡിൽ വരുന്നതിന് മുമ്പ് ഒരു 20,000 രൂപയായിരുന്നു വരുമാനം കിട്ടുന്നത്. ഇനി ഇങ്ങനെ ഒരു 1 ലക്ഷം രൂപ ഈ പറയുന്ന ലോങ് ടേം ലോൺ എടുക്കുകയും അത് ആ ലാൻഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 50,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നേരത്തെ 20 കിട്ടുന്നതിന് പകരം ഇപ്പോൾ 50 കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് എമൗണ്ട് ഉണ്ട്, ഒരു 30,000. അതാണ് അവിടുത്തെ ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാർമർ ഒരു ലോങ് ടേം ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പെർമനൻ്റായ ഇംപ്രൂവ്മെൻറ്റ് വരുത്തി തീർത്തതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന ഇൻകവും അത് വരുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ടിനെയാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻക്രിമെൻ്റൽ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ഈ പറഞ്ഞ ലോങ് ടേം ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അടച്ചു തീർക്കുവാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അടച്ചു തീർക്കാൻ വേണ്ടി പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇൻക്രിമെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻകം എന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു. As a result of affecting permanent improvement of land, the farmers are expected to get additional income. This additional income derived from the farmers as a result of development is called incremental income.
അപ്പോൾ ഇത്തരത്തിൽ ലാൻഡ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലോൺ എടുത്ത് അത് ആ എമൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാർമർ എക്സ്പെക്ട് ചെയ്യും അതിൽ നിന്നൊരു അഡീഷണൽ ഇൻകം കിട്ടുന്നു. ആ അഡീഷണൽ ഇൻകത്തിന് ആണ് എന്ത് പറയുന്നത്, ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു, ഓക്കെ, ഇൻക്രിമെന്റൽ ഇൻകം കൺസിഡർ ഫോർ ദ ഡിസൈഡിങ് ദ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ മെമ്പർ. അപ്പോൾ ഇൻക്രിമെന്റൽ ഇൻകം ബേസ് ചെയ്തുകൊണ്ട് ഒരു മെമ്പറുടെ റീപേയിങ് കപ്പാസിറ്റിയും കൂടി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻക്രിമെന്റൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് അവരുടെ റീപേയിങ് കപ്പാസിറ്റി കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കി പറയാം. സാധാരണ രീതിയിൽ ഒരു ഫാർമറിന് ഒരു ലോങ് ടേം ലോൺ കൊടുക്കുന്നത് അവരുടെ ലാൻഡിലെ പെർമനന്റ് ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ടാണ്. സാധാരണ ആ ലോൺ തിരിച്ചടക്കുന്നത് 15-20 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ 15-20 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കുന്നതിന് പകരമായിട്ട് ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസിൽ അവർ ഓരോ വർഷമായിട്ട് തിരിച്ചടക്കാനുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെങ്ങനെ അടക്കുന്നത്, അവരുടെ ഇൻക്രിമെന്റൽ ഇൻകത്തിന് ബേസിലാണ് അങ്ങനെ തിരിച്ചടക്കുന്നത്. അപ്പോഴാണ് അവിടെ ഇൻക്രിമെന്റൽ ഇൻകം എന്താണെന്നും. അപ്പോൾ ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡിൽ ഒരു പെർമനന്റ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ചെലവാക്കുകയും അത് ചെലവാക്കിയതിനു ശേഷം ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അത് ചെലവാക്കുന്നതിന് മുമ്പേ പഴയ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ടാകും. അവിടെ ദർ ഇസ് എ ഡിഫറൻസ് എമൗണ്ട്. ദാറ്റ് ഡിഫറൻസ് എമൗണ്ട് ഈസ് കോൾഡ് ഇൻക്രിമെന്റൽ ഇൻകം. അപ്പോൾ ഇൻക്രിമെന്റൽ ഇൻകം ബേസ് ചെയ്തിട്ടാണ് ഒരു മെമ്പറുടെ ഒരു ലോണിന്റെ റീപേയിങ് കപ്പാസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്ന ടേം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, TER. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ TER. നോക്കാം നമുക്ക് എന്താണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. ഈ പേരിൽ തന്നെയുണ്ട്, ഒരു എൻക്വയറി റിപ്പോർട്ടാണ്. നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സാങ്ഷനിങ് ലോങ് ടേം ലോൺ agricultural loans to the members of the primary agricultural and rural development bank. പ്രൈമറി അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും ലോങ് ടേം അഗ്രികൾച്ചറൽ ലോൺ കിട്ടുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും ഒരു ഫാർമറിന് ലോങ് ടേം ലോൺ കിട്ടുന്നതിന് മുമ്പായിട്ട് വരുത്തേണ്ട ഒരു നടപടിക്രമമാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, then this report prepared by the field officers of the bank. ബാങ്കിന്റെ ഫീൽഡ് ഓഫീസേഴ്സ് ആണ് ഈ തരത്തിലുള്ള TER പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി there are 3 field officers in every bank, bank supervisor, agricultural officer and valuation officer. ഓരോ ബാങ്കിനും 3 തരത്തിലുള്ള ഫീൽഡ് ഓഫീസേഴ്സ് ആണ് ഉണ്ടാവുന്നത് for the purpose of making or preparing ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. ആ ഒരു ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധാരണ രീതിയിൽ ഓരോ ബാങ്കിനും 3 ഫീൽഡ് ഓഫീസേഴ്സ് ഉണ്ടാവും. ഒന്ന് ബാങ്ക് സൂപ്പർവൈസർ എന്ന് പറയും, മറ്റൊന്ന് അഗ്രികൾച്ചറൽ ഓഫീസർ എന്ന് പറയും, അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫീസർ. ഈ 3 ഓഫീസേഴ്സ് ആണ് ഉണ്ടാവുക. ഇനി ഈ TER പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ദ കൺസേൺഡ് ഓഫീസേഴ്സ് ഓഫ് ദ ബാങ്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പവർ അലോക്കേഷൻസ്. അപ്പോൾ ഈ പറയുന്ന ഓരോരുത്തരും അവരുടെ ഈ TER റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പവറാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ലോൺ അപ്ലിക്കേഷൻ അപ് ടു 10,000, അതായത് ലോൺ അപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് ബാങ്ക് സൂപ്പർവൈസറാണ്. ആദ്യത്തെ ബാങ്ക് സൂപ്പർവൈസറാണ് TER പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഈ ലോണിന്റെ എമൗണ്ട് 10,000-നും 20,000-നും ഇടയിലാണെങ്കിൽ അവിടെ TER പ്രിപ്പയർ ചെയ്യേണ്ടത് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. ഇനി ഈ ലോണിന്റെ എമൗണ്ട് 20,000-ന് മുകളിലാണെങ്കിൽ അവിടെ ഈ പറയുന്ന TER പ്രിപ്പയർ ചെയ്യേണ്ടത് വാല്യുവേഷൻ ഓഫീസറാണ്. അപ്പോൾ ഈ 3 ഓഫീസേഴ്സും അതിന്റെ ലോണിന്റെ എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ TER പ്രിപ്പയർ ചെയ്യേണ്ടത്. 10,000-ന് താഴെയാണെങ്കിൽ അത് ആര് പ്രിപ്പയർ ചെയ്താൽ മതി, ബാങ്ക് സൂപ്പർവൈസർ പ്രിപ്പയർ ചെയ്താൽ. പക്ഷെ 10,000-നും 20,000-നും ഇടയിലാണ് ലോൺ എമൗണ്ട് എങ്കിൽ അഗ്രികൾച്ചറൽ ഓഫീസർ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതല്ല 20,000-ന് മുകളിലാണെങ്കിൽ അവിടെ ആര് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, വാല്യുവേഷൻ ഓഫീസറാണ് TER പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് TER ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. TER ഇൻക്ലൂഡ് ലോക്കൽ എൻക്വയറി, മേക്കിംഗ് റഫ് പ്ലാൻ ആൻഡ് സ്കെച്ച് ഓഫ് ലാൻഡ്, ഫർണിഷിംഗ് എൻജോയ്മെന്റ് ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, വാല്യുവേഷൻ ഓഫ് ലാൻഡ്, അസസ്മെന്റ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി. ഈ TER റിപ്പോർട്ടിൽ ഉണ്ടാവുന്ന ഒരു ലോക്കലായിട്ട് ഒരു എൻക്വയറി നടത്തും. ആ എൻക്വയറിയുടെ റിപ്പോർട്ട് അതിലുണ്ടാവും. അതുപോലെ തന്നെ ഒരു റഫ് പ്ലാനും സ്കെച്ചൊക്കെ ഉണ്ടാവും ലാൻഡിന്റെ, അത് അതിലുണ്ടാവും. അതുപോലെ തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റും ഈ എൻജോയ്മെന്റ് സർട്ടിഫിക്കറ്റും അതൊക്കെ അതിലുണ്ടാവും. അതുപോലെ തന്നെ ലാൻഡിന്റെ വാല്യുവേഷനുമായി ബന്ധപ്പെടുത്തി ഡോക്യുമെന്റ് ഉണ്ടാവും.
അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ റീപേയിങ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അസസ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും കൂടി ഈ ഒരു TER ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് TER ഉണ്ടാവേണ്ടത്. ഒന്ന് ലോക്കൽ എൻക്വയറി റിപ്പോർട്ട്, റഫ് പ്ലാൻ ആൻഡ് സ്കെച്ച് ഓഫ് ലാൻഡ്, ഫർണിഷിംഗ് എൻജോയ്മെൻറ്റ് ആൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, വാല്യൂഷൻ ഓഫ് ലാൻഡ്, അസസ്മെൻറ്റ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി എക്സെട്ര. ഓക്കെ, ഇതാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി റിപ്പോർട്ടാണ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക് ഓഫീഷ്യേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന എൻക്വയറി റിപ്പോർട്ടാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ബിഫോർ പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ടു ദ ഫാർമേഴ്സ്. ലോങ് ടേം ലോൺ കൊടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഒരു നടപടിക്രമമാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ബാങ്ക് ഓഫീസേഴ്സാണ് ചെയ്യുന്നത്. അത് ഓരോ ഓഫീസേഴ്സും അവരുടെ പവർ അലോക്കേഷൻ അനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്യും. അതിലുണ്ടാകേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോക്കൽ എൻക്വയറിയും അതുപോലെ തന്നെ മേക്കിംഗ് റഫ് പ്ലാൻ സ്കെച്ചൊക്കെ വേണം, അതുപോലെ തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ വാല്യൂഷൻ ഓഫ് ലാൻഡ് വേണം, അതുപോലെ തന്നെ റീപേയിങ് കപ്പാസിറ്റി ഓഫ് എ മെമ്പറും കൂടി ആവശ്യമാണ്. ഓക്കെ, ഇതാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. ഓക്കെ ആണല്ലോ. ദ നെക്സ്റ്റ് ടേം ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ, DV ഫയൽ. ഇതും ചോദിക്കാറുണ്ട് എക്സാമിന്. വാട്ട് ഈസ് DV ഫയൽ? ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ യൂഷ്വലി മെയിൻറ്റെയിൻഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സാധാരണ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോക്കാം എന്താണെന്ന്. ദിസ് ബാങ്ക്സ് അഡ്വാൻസ് ലോങ് ടേം ലോൺ അഗ്രികൾച്ചർ ലോൺസ് ടു ദ മെമ്പേഴ്സ് ഓൺ ദ ബേസ് ഓഫ് ലാൻഡഡ് അസറ്റ്. നമ്മൾ പറഞ്ഞു ഈ ഇത്തരത്തിലുള്ള ഈ പറയുന്ന അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ലോങ് ടേം അഗ്രികൾച്ചറൽ ലോൺ ഫാർമേഴ്സിന് നൽകുന്നത് ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദെയർ ലാൻഡ്. അവിടെ ലാൻഡിൻ്റെ സെക്യൂരിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു, നേരത്തെ വിശദമായി പറഞ്ഞു. The loan amount is not given lump sum but 2 or more 3 installment basis. അപ്പോൾ ഇവിടെ ഈ ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞ വലിയൊരു എമൗണ്ട് ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഫാർമേഴ്സിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ് കൊടുക്കുന്നത്. അത് 1, 2 അല്ലെങ്കിൽ 2, 3 ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ് ഈ ലോങ് ടേം ലോൺ ഫാർമേഴ്സിന് കൊടുക്കുന്നത്. വെൻ ലോൺ ഈസ് ഗിവൺ ഈച്ച് ടൈം എ വൗച്ചർ ഫോർ ദ എമൗണ്ട് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പാർട്ടി കൺസേൺഡ്. Subsequent payment are made only after receiving utilization certificate of the earlier loans. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഈ ലോണിൻ്റെ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ വൗച്ചറും ആരിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ പറയുന്ന ലോൺ എടുക്കുന്ന മെമ്പറിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഓരോ വൗച്ചർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൗച്ചർ വാങ്ങിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, ഇപ്പോൾ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന ഈ വൗച്ചർ വാങ്ങിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കണം. നേരത്തെ അലോക്കേറ്റ് ചെയ്ത ആ എമൗണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, എത്രയാണ് യൂട്ടിലൈസ് ചെയ്ത്, അതിനുള്ള ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൂടി കൊടുത്താൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് അടുത്ത ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഫയലാണ് ഈ DV ഫയൽ എന്ന് പറയുന്നത്. Then after the disbursement of the entire loan amount, the file is usually kept under the safe custody of the valuation officer, assistant registrar, who is a representative of the trustee. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങളും വിശദമായ രീതിയിൽ കാണിക്കുന്ന ഫയലാണ് DV ഫയൽ, ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും ഈ ലോൺ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഫയലാണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ. അത് ഓരോ ഇൻസ്റ്റാൾമെന്റ് ബേസിലാണ് കൊടുക്കുന്നത്. അതിൻ്റെതായ വൗച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കൊടുക്കൂ. ഇനി ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ ഒന്നാമത് കൊടുത്ത ഇൻസ്റ്റാൾമെന്റ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫയലിൽ കീപ്പ് ചെയ്യും. ദാറ്റ് ഫയൽ ഈസ് കോൾഡ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ. ഇനി ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലോൺ എമൗണ്ടും കൊടുത്തതിന് ശേഷം ഈ ഫയൽ ആരുടെ കസ്റ്റഡിയിൽ വെക്കും? വാല്യൂഷൻ ഓഫീസർ, ദാറ്റ് മീൻസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കയ്യിൽ ഈ പറയുന്ന ഈ ഫയൽ അവരുടെ കയ്യിൽ വെക്കുകയും ചെയ്യും. ദെൻ DV ഫയൽ കണ്ടെയ്ൻസ് എ ലോൺ ഈ DV ഫയൽ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയലിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് ലോൺ അപ്ലിക്കേഷൻ, അതുപോലെ ടൈറ്റിൽ ഓഫ് ദ ലാൻഡ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലീഗൽ ഒപ്പീനിയൻസ്, വാല്യൂഷൻ ഓഫ് അസറ്റ്, വൗച്ചർ ഫോർ ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ലോൺ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയലിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് അദ്ദേഹത്തിൻ്റെ ഈ ലോൺ അപ്ലിക്കേഷൻ ഉണ്ടാവും. ഇനി ആ ലാൻഡിൻ്റെ ടൈറ്റിൽ ഉണ്ടാവും, ലാൻഡ് എവിടെയാണ് അതിൻ്റെ ടൈറ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ലാൻഡ് പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ലീഗൽ ഒപ്പീനിയൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫയൽ വേണം. അതുപോലെ തന്നെ ആ അസറ്റിൻ്റെ വാല്യുവേഷൻ സംബന്ധിച്ചുള്ള രേഖകൾ വേണം. അതുപോലെ തന്നെ ഈ ഓരോ പ്രാവശ്യം ഡിസ്ബേഴ്സ് ചെയ്യുന്ന ലോണിൻ്റെ ഡീറ്റെയിൽസ്, വൗച്ചേഴ്സ് വേണം. ഓരോ പ്രാവശ്യം ഡിസ്ബേഴ്സ് ചെയ്യുന്ന ലോണിൻ്റെ വൗച്ചേഴ്സ്, ഒരു ലോൺ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുക്കുമ്പോൾ ഒരു വൗച്ചർ വാങ്ങിയിട്ട് കീപ്പ് ചെയ്ത് വെക്കും. അതാണ് വൗച്ചേഴ്സ് ഫോർ ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ലോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയാൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങാൻ വരുമ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ഈ DV ഫയലിൽ കീപ്പ് ചെയ്ത് വെക്കും. ഇതാണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. ഇതൊരു ഫയലാണ്.
അഗ്രികൾച്ചറൽ ലോങ് ടേം ലോൺ കൊടുക്കുമ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കീപ്പ് ചെയ്യുന്ന ഒരു ഫയലാണ് ഡിസ്ചാർജ്ഡ് ഫയൽ എന്ന് പറയുന്നത്, ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. ഈ ലോങ് ടേം ലോണിൻ്റെ എൻ്റെ എമൗണ്ട് ലംസമായി കൊടുക്കാത്ത ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയി കൊടുക്കുകയും ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു വൗച്ചർ കീപ്പ് ചെയ്യുകയും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഒരു ഫയലായിട്ട് ഈ പറയുന്ന വാല്യൂഷൻ ഓഫീസറെ സേഫ് കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുന്ന ഫയലാണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. അതിൽ ഈ ലോൺ അപ്ലിക്കേഷൻ ഉണ്ടാവും, ടൈറ്റിൽ ഓഫ് ദ ലാൻഡ് ഉണ്ടാവും, പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ലീഗൽ ഒപ്പീനിയൻസ് ഉണ്ടാവും, അസറ്റിൻ്റെ വാല്യൂഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ വൗച്ചർ ഡിസ്ബേഴ്സ്മെൻറ്റിലുള്ള വൗച്ചറും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. ഇത്രയുമാണ് നമുക്ക് ഇതിൽ ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര രീതിയിൽ ആവശ്യമില്ല. അപ്പോൾ ഈ ലോങ് ടേം ലോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുത്തിയത്. അതിൽ ഒന്ന് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും സെക്കൻഡ് വൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുമാണ്. ഈ 2 സ്ഥാപനങ്ങളാണ് ഒരു ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ കൊടുക്കുന്ന കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ടേംസുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളും അവസാനിക്കുകയാണ്. ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്